പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീവിതശൈലിക്ക് ഈ രോഗങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കോംപ്ലിക്കേഷൻസ് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും, അതുപോലെ നമ്മൾക്ക് സ്വന്തമായിട്ട് ഏത് രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾക്ക് നല്ല റിസൾട്ട് തരുന്നത് എന്നുള്ളത്. ഇതിൽ ജീവിതശൈലി വഴി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഉള്ള എക്സ്പീരിയൻസും കൂടെ ആണ് നമ്മൾ ഡോക്ടർ ജോളിയായിട്ട് ഡിസ്കസ് ചെയ്യുക. ആദ്യമായിട്ടുള്ള ചോദ്യം, ജീവിതശൈലി കറക്ഷൻസ് വെച്ച് നമുക്കൊരു സർജറി വെരിക്കോസ് വെയിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും രീതിയിൽ സാധ്യമാണോ? ആക്ച്വലി വെരിക്കോസ് വെയിൻ പേഷ്യൻസ് പലപ്പോഴും സർജറി പറയുമ്പോഴാണ് വരാറുള്ളത് തന്നെ. അപ്പം സർജറി ചെയ്തു അല്ലെങ്കിൽ പല രീതിയിലുള്ള പേഷ്യൻസ് വരാറുണ്ട്. ഒന്ന്, അവർക്ക് വെരിക്കോസ് വെയിൻ കണ്ടു, അവർക്ക് വേദനയുണ്ട്, യൂഷ്വലി അതുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രൈമറി ആയിട്ട് കാണാറുള്ളത് ഒരു സർജനെ അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ ആയിരിക്കും. അപ്പോൾ അവിടെ വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട് സർജറിയോ അല്ലെങ്കിൽ ലേസറോ മൈക്രോ ഇൻവേസീവ് സർജറി, സ്ലീറോതെറാപ്പി ഇതൊക്കെ. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പോൾ പേഷ്യൻസ് ആരും അത്ര പലപ്പോഴും അതൊരു വലിയ കോസ്റ്റ്ലിയും അല്ല, അതേസമയത്ത് വലിയ ഹോസ്പിറ്റലൈസേഷൻ വേണ്ട. ഇപ്പം ഇതെല്ലാം കാണുമ്പോൾ എന്തോ മിനിമൽ പ്രൊസീജിയർ ആണെന്നുള്ള ലെവലിൽ വേഗം പോയി ചെയ്യുക എന്നുള്ളതാണ് പലരും ചെയ്യുന്നത്. അങ്ങനെ വലിയ പെയിൻഫുൾ ഒന്നുമല്ല, ഹോസ്പിറ്റലൈസേഷൻ വേണ്ട, റെസ്റ്റ് വേണ്ട, ഇതൊന്നും ഇല്ലാത്ത കാരണം വളരെ ലാഘവത്തോടെ കണ്ട സർജറി അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷെ ചിലർ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി അല്ല, കുറച്ചും കൂടി ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ. ഇപ്പം നമ്മൾ ഇതിലൊന്നും ഒത്തിരി കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, നമ്മളുടെ ലെവലിലുള്ള എഡ്യൂക്കേഷൻ ഡോക്ടേഴ്സോ നഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസോ PhD ഒന്നുമല്ല, ഒരു ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണെങ്കിൽ യൂഷ്വലി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റുള്ള ഓപ്ഷൻസ് എന്തൊക്കെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് വരുന്നവരാണ് യൂഷ്വലി എൻ്റെ അടുത്ത് വരാറുള്ളത്. അതിൽ ചിലർ, പിന്നെ വേറൊരു ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ ഓപ്പറേഷൻ എല്ലാം ചെയ്ത് ഒന്നുകൊണ്ടും ഗുണമില്ല, ഒന്നും രക്ഷയില്ലാതിരിക്കുന്നവരാ. പിന്നെ വേറൊരു ഗ്രൂപ്പ് ഓപ്പറേഷൻ ചെയ്തോ അല്ലാതെ വെരിക്കോസ് വെയിൻ ഒരു സൈഡ് രോഗമായിട്ടുണ്ട്. അവരുടെ മെയിൻ പ്രശ്നം വേറെ എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ ആർത്രൈറ്റിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും, ചിലപ്പം ബൈപ്പാസ് സർജറി പറഞ്ഞവരായിരിക്കും, ഓർ സ്റ്റെൻഡ് ഇടണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യണം, അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ്. ഇപ്പം വെരിക്കോസ് വെയിൻ്റെ മാത്രമല്ല പല രീതിയിലുള്ള ഓപ്പറേഷൻസ് വേണമെന്ന് പറഞ്ഞാലോ, ഈവൻ ക്യാൻസർ പേഷ്യൻസ്, 4th സ്റ്റേജ് ക്യാൻസർ, വേറെ ഒന്നും ചെയ്യാനില്ല, കീമോതെറാപ്പി ഇഫക്റ്റീവ് അല്ല, അങ്ങനെയൊക്കെ വരുന്നവർ, അങ്ങനെ മൾട്ടിപ്പിൾ ലെവലിലുള്ള പേഷ്യൻസ് വരാറുണ്ട്. അപ്പം ഇവരുടെ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വെരിക്കോസ് വെയിൻ്റെ തുടക്കം തന്നെ കാണുമ്പോൾ തന്നെ അത് വന്ന് നമ്മൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി, ചെറിയ ലെവലിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളെങ്കിൽ അവനവന് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ സെൽഫ് ആരും കൺസൾട്ട് പോലും ചെയ്യേണ്ട, ഒരു സ്പൈഡർ വെയിനൊക്കെ കാണുകയാണെങ്കിൽ പേഷ്യൻ്റ് തന്നെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വെയിറ്റ് കുറയ്ക്കുക, അവരുടെ ഐഡിയൽ വെയിറ്റിലേക്ക് അവർ എത്തിക്കാൻ നോക്കുക. അപ്പം പലപ്പോഴും ഒരു മിസ്കൺസെപ്റ്റ് വെയിറ്റിനെ കുറിച്ച് എല്ലാവർക്കും ഉണ്ട്. ഹൈറ്റ് -100 ആണ്, അല്ലെങ്കിൽ BMI 25 ആണ് ഐഡിയൽ വെയിറ്റ് എന്ന്. അതല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യൻസിന് മാക്സിമം ആകാവുന്ന BMI 23 ആണ്. അതിൽ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവായിട്ടുള്ളവരാണെങ്കിൽ, മസ്കുലർ അല്ലാത്ത ബോഡി ഉള്ളവരാണ്, പ്രത്യേകിച്ച് അസുഖങ്ങളുള്ളവരാണെങ്കിൽ BMI അറൗണ്ട് 18ലേക്ക് ഉണ്ട്. അതായത് 18 to 23 ആണ് നോർമൽ BMI ഫോർ ഇന്ത്യൻസ്. വെസ്റ്റേണേഴ്സിനൊക്കെയാണ് 18.5 to 25 ആണ്. അപ്പം നമ്മളുടെ BMI രോഗമുള്ളവർ, പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ പോലെയൊക്കെ ഉള്ളവർ, ഈ BMI കുറച്ച് ഒരു ബിറ്റ്വീൻ ഒരു 18 to 20 നിർത്താൻ നോക്കും. അത് ഓരോരുത്തരുടെയും ബോഡിയുടെ അനുസരിച്ച്, അവരുടെ മസിലിൻ്റെയും ഏജിൻ്റെയും ഒക്കെ അനുസരിച്ച്, അവർ എത്ര ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെന്ന് അനുസരിച്ചായിരിക്കും. അങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോവുക. പിന്നെ മറ്റ് രോഗങ്ങളുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിച്ച് സൊല്യൂഷൻ കാണാതെ, അതും ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതിനൊക്കെ നമുക്ക് മരുന്നില്ലാതെ ജീവിതശൈലി വെച്ച് തന്നെ കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഏർലി സ്റ്റേജ് ആണെങ്കിൽ. അപ്പൊ ആ സ്റ്റേജിൽ വെച്ച് അവനവൻ തന്നെ ചെയ്യാൻ നോക്കാം. പറ്റിയില്ല മറ്റേ നിങ്ങൾ ഏതിലാണെങ്കിലും ഡോക്ടേഴ്സ് എല്ലാം എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് തുടക്കത്തിലുള്ളവരാണ്, വലിയ സിംറ്റമാറ്റിക് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനേ പറയുള്ളൂ. അപ്പൊ അതിന് പേഷ്യന്റിന് പറ്റാതെ വരും. അവരതിനകത്ത് ഫെയിൽ ചെയ്യുമ്പോഴാണ് അവരും ഡോക്ടേഴ്സ് പിന്നെ രണ്ടൊന്നും എത്ര പ്രാവശ്യം പറയാൻ പറ്റും, പിന്നെ മരുന്ന് തരാൻ തുടങ്ങും. പിന്നെ എനിക്ക് വേദനയാണ്, വെരിക്കോസ് വെയിൻ ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ സർജറിനെ സംബന്ധിച്ചിടത്തോളം സർജറി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർ സർജറി ചെയ്യാൻ പറയും, ഓർ ലേസർ ഓർ വാട്ടെവർ. അവരുടെ ഓരോ ഹോസ്പിറ്റലിലും ഓരോന്നിലായിരിക്കും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ചിലർക്ക് ലേസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലർക്ക് വീനോസിലായിരിക്കും, ചിലർ അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അത് ഓരോ ഡോക്ടേഴ്സിനും പ്രിഫറൻസോ അവരുടെ ഫെസിലിറ്റി അനുസരിച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയി ഏത് ഡോക്ടർ അവരുടെ എക്സ്പെർട്ടൈസ് ഉള്ള ഫീൽഡിൽ അവരത് ചെയ്യും, അതായിരിക്കും ഇതിൽ വരുന്നത്. പക്ഷെ ഐഡിയലി നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ നോക്കുക.
നമുക്ക് സെൽഫായിട്ട് ഇപ്പം ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസിനും ഒക്കെ കൂടെ മരുന്ന് എടുക്കുന്ന ആളെ കൊണ്ട് സ്വയം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനോ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡയറ്റ് കൺട്രോൾ ചെയ്യണം. ഈ മരുന്നെല്ലാം കഴിച്ചുകൊണ്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന ആൾക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, മരുന്ന് കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തലകറക്കം വരും. അപ്പം ഷുഗർ കുറഞ്ഞു പോയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരും. അപ്പം മരുന്ന് പെട്ടെന്ന് അങ്ങ് നിർത്താനും പറ്റില്ല. അപ്പം അത് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടോടു കൂടി ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതിനാണ് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടോടു കൂടിയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നോക്കുക. ഇപ്പം സാധാരണ ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് വേദന ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അതുപോലെ പുകച്ചില്, പിന്നെ അതുപോലെ ഡിസ്കംഫേർട്ട്, അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉള്ളതുകൊണ്ടാണല്ലോ അവർ ഒരു സൈഡ് ഇതിന് ട്രീറ്റ്മെന്റിന് വരിക. അപ്പം പറയുന്നത് ഇങ്ങനെ സർക്കുലേഷൻ കൂട്ടിയാൽ, അല്ലെങ്കിൽ വീനസ് പ്രഷർ കുറച്ചാൽ, അല്ലെങ്കിൽ വീക്കം കുറഞ്ഞാൽ ഒക്കെയാണ് നമുക്ക് ഇതിന് ഗുണം കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശരിക്ക് മരുന്നല്ലാതെ ഈ ജീവിതശൈലി ക്രമീകരണം കൊണ്ട് എന്ത് സാധ്യതകളാണുള്ളത്? ഇതിൽ നമുക്ക് ഫ്യൂ ഡേയ്സിന് ഇപ്പം നമുക്ക് വേദനയുള്ള ഒരു അൾസറോ വേദനയുണ്ട്, അതായത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഫ്യൂ ഡേയ്സിന് വേദന സംഹാരി ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ട്രീറ്റ്മെന്റിന് വരുന്ന പേഷ്യൻ്റ് ആണെങ്കിലും, നന്നായിട്ട് അൾസറൊക്കെ ഉള്ളവരാണെങ്കിൽ, വേദന ഉണ്ടെങ്കിൽ നമ്മളൊരു 1 വീക്കൊക്കെ ഒരു കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക് 10 to 15 days വരെ മാക്സിമം കൊടുക്കേണ്ടി വരും. പക്ഷെ വളരെ കുറച്ച് പേർക്ക് അതിൻ്റെയൊക്കെ ആവശ്യം വരാറുള്ളൂ. പിന്നെ വേദനയ്ക്ക് വേണ്ടിയിട്ട് കൂടുതലുണ്ടെങ്കിൽ, കാരണം എക്സസൈസ് ഒക്കെ ചെയ്യണമെങ്കിൽ വേദനയുള്ള ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേദന ഇല്ലെന്നാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പാർട്ടാണെങ്കിലും. പിന്നെ ഇതിൽ നീർക്കെട്ട് കുറയ്ക്കാൻ ഒന്ന് കാല് പൊക്കി വെക്കുക എന്നുള്ളത് അതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. നീരോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാല് നന്നായിട്ട് പൊക്കി വെക്കുക. ഒരു പില്ലോയിൽ പൊക്കി വെക്കുക എന്നല്ല, ഒരു 70 degree എങ്കിലും പൊക്കി, അതായത് ഹാർട്ടിന്റെ മുകളിലേക്ക് നന്നായിട്ട് പൊക്കി ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നല്ലൊരു കംഫർട്ട് കിട്ടും. പിന്നെ നീരുണ്ടെങ്കിൽ നീരിന് വേണ്ടിയിട്ട് ഷോർട്ട് ടൈം മെഡിസിൻ എടുക്കാം. പല മരുന്നുകളും ഉണ്ട്, പെട്ടെന്ന് തന്നെ നീര് കുറഞ്ഞു. പക്ഷെ ആ മരുന്ന് മാത്രം എടുത്ത് നമുക്ക് ഡെയിലി മരുന്ന് കഴിച്ചുകൊണ്ട് പോയാൽ പറ്റില്ല. ഇതെല്ലാം നമ്മൾ പാരലി ചെയ്യണം. മരുന്നൊക്കെ ഒരു ഷോർട്ട് ടൈം നമുക്ക് ഇമ്മീഡിയറ്റ് റിലീഫിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഇതിൽ ഇങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് നീരൊക്കെ കെട്ടിയിരിക്കുന്നവരാണെങ്കിൽ നമ്മളൊരാഴ്ചത്തേക്കൊക്കെ ആ നീർക്കെട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ മോഡേൺ മെഡിസിനിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുണ്ട്. വേദനയ്ക്കുണ്ട്, നീര് കുറയ്ക്കാനുണ്ട്, പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് എടുക്കാം. അങ്ങനെയുള്ളതും പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ് വേണ്ടി വരുന്നത്. രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ്, ബേസിക്കലി നമുക്ക് കിടന്നുകൊണ്ടുള്ള എക്സസൈസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള രോഗികൾക്കൊക്കെ പറ്റുള്ളൂ. പിന്നെ ഒന്ന് കുറഞ്ഞു വരുന്നതുകൊണ്ട് മതി. അൾസറൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ മിനിമം ആയിരിക്കണം എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യുന്നത്. ജോലികൾ ശരിക്കും അൾസർ ഹീൽ ചെയ്യുന്നോടം വരെ നമ്മൾ എഴുന്നേറ്റ് നടക്കലൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. എന്നാലേ അൾസർ ഹീൽ ചെയ്യുള്ളൂ. നല്ല റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ. പക്ഷേ എപ്പോഴും വെട്ടി കിടന്നാൽ പറ്റില്ല. വെട്ടി കിടന്നുകൊണ്ട് ഉള്ളൂ. മാക്സിമം സമയത്ത് എക്സസൈസ് ചെയ്ത് വെയിറ്റും കൂടെ കുറയ്ക്കണം. അപ്പം ഞാൻ ഓർക്കുന്ന ഒരു 100 കിലോ 110 കിലോ എന്നുള്ളതാണ്. അതേ ഭാഗ്യത്തിന് വേറെങ്ങും പോയി ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. കാലെല്ലാം പൊട്ടിയാണ് ഇരിക്കുന്നത്. അപ്പം മുഴുവൻ കറുത്ത് പൊട്ടൽ വന്ന് ഇരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആയിരുന്നു. എങ്ങും ഓപ്പറേഷനും ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടുള്ള പേഷ്യൻ്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് തൈറോയ്ഡ്, മറ്റു രോഗങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഒരു ജോലിക്കോ ഒന്നും സാധാരണക്കാരെ അത്യാവശ്യം ജോലി ചെയ്ത് ജീവിച്ചിരുന്ന, പക്ഷെ ഒന്നും ജോലിക്കും പോകാതിരുന്ന ആള് ഇതിന്റെ മന്ത് 100-100 മുകളിൽ എത്ര ഉണ്ടായിരുന്നു. ഒറ്റ മാസം കൊണ്ട് തന്നെ 100 കിലോളം 10 കിലോ കുറച്ചു. ആൻഡ് വിതിൻ 3 months അറൗണ്ട് 80 കിലോയിലേക്ക് വന്നു. അപ്പൊ അതോടുകൂടി കംഫർട്ടബിൾ ആയി അയാളുടെ പഴയ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ശരിക്കും അദ്ദേഹം ഭയങ്കര കരച്ചിലായിട്ട് ശരിക്കും ഫുൾ ഡിപ്രഷനിലായിരുന്നു. ജോലിയും ചെയ്യാൻ പറ്റൂല, ഭയങ്കര വേദന, ഉറങ്ങാൻ പറ്റൂല. ആ കണ്ടീഷനിൽ ഇരുന്ന ആൾക്ക് ഇതിന്റെ വീക്ക് തന്നെ അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിട്ട് കിടന്ന് ഉറങ്ങാവുന്ന സ്റ്റേജ് എത്തി. ഇതിന്റെ മന്ത് ഓൾമോസ്റ്റ് അൾസറൊക്കെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തു. അപ്പം അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സർജറിയും മറ്റേ സ്ട്രിപ്പിങ്ങോ ലേസറോ തെറാപ്പി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ചെയ്തിരിക്കുന്നവർക്കാണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടി വരുന്നത്. മറ്റേത് നന്നായിട്ട് പേഷ്യന്റ് ഫോളോ ചെയ്യുകയും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് റിസൾട്ട് ആണെന്നുള്ളതാണ്. ഇപ്പൊ ഈ അൾസറിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ അൾസറിന്റെ കാര്യം പറയുമ്പോൾ ജനറലി ഈ നേരത്തെ പറഞ്ഞ പോലെ അതിങ്ങനെ മുടി കെട്ടിവെക്കലും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഡ്രസ്സിങ് ചെയ്തതൊക്കെയാണല്ലോ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തില് ശരിക്കും ആൾക്ക് ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അയാൾക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുക? ബിക്കോസ് സാധാരണ ഈ മുറിവ്, ഉണങ്ങാത്ത മുറിവും ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത്. ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്യുമ്പോഴേക്കും അൾസർ ഉണങ്ങും എന്നുള്ളതാണ്. അതാണ് അതിന്റെ ബെനിഫിറ്റ് വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പേഷ്യന്റ് അദ്ദേഹം കെട്ടിവെച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ ലാസ്റ്റൊക്കെ വെച്ച് കെട്ടിവെച്ചിരിക്കുന്ന ആള് തന്നെയാണ്. പക്ഷെ ഒത്തിരി ഡീപ്പ് അൾസർ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് സർജറി ഒന്നും ചെയ്തിട്ട് ഡീപ്പ് അൾസറും അല്ലാത്തത് കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അത് റിക്കവറി വന്നു.
കംപ്ലീറ്റ് ഹീലിംഗ് വന്നു. ഇതിൻ്റെ ഉണ്ട് അൾസർ ഭാഗം ഹീലിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ക്ലിയർ ആയി. അതായത് നമ്മൾ കെട്ടേണ്ടതൊന്നും ആവശ്യമില്ല. 1 മന്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 15 days കഴിഞ്ഞപ്പോഴേക്കും തന്നെ സൂപ്പർഫിഷ്യൽ ഒരു എക്സിമാറ്റസ് ആയിട്ട്, സൂപ്പർഫിഷ്യൽ മാത്രമല്ല ഇതിന് 2 weeks ഒക്കെ തന്നെ അതിലൊരു നല്ല വ്യത്യാസം വരും. പക്ഷെ ജനറലി സ്കിന്നിന്റെ ഒരു ഹീലിംഗ് ടൈം എന്നുള്ളത് 3 weeks to 4 weeks ആണ്. അപ്പം സ്കിന്നിന്റെ ഒരു റീസണബിൾ നല്ലൊരു ഹീലിംഗിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1 month പിടിക്കും. പക്ഷെ വേദനയും നീരും ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണല്ലേ. വെരിക്കോസിറ്റി എല്ലാം മാറി വരണമെങ്കിൽ പിന്നെ ടൈം എടുക്കും. ഇപ്പം സ്കിന്നിന്റെ ഒക്കെ കളർ ഇപ്പൊ ഡാർക്ക് ആയിട്ടിരിക്കുന്നൊക്കെ കുറഞ്ഞു വരും. പക്ഷെ ഒരു റീസണബിൾ ഒരു 60% ഒക്കെ സ്കിൻ കളറൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരും ഇതിന് ഒരു 3 months വരുമ്പോൾ. പക്ഷെ ഹീലിംഗ് പിന്നെയും കൂടുതൽ ഇപ്പം വെരിക്കോസ് വെയിൻ ഇപ്പം നമ്മൾ യൂഷ്വലി നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ക്ലിനിക്കൽ ഫോട്ടോഗ്രാഫി നോക്കും. അപ്പോൾ അതിനകത്ത് ചേഞ്ചും കൂടെ നോക്കാറുണ്ട് നമ്മൾ. അപ്പോൾ ഒരു 90 days ഒക്കെ ആകുമ്പോഴേക്കും ഈ ബൾജിങ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ള, കംപ്ലീറ്റ് പോകുന്നില്ല. ഓൾമോസ്റ്റ് ബൾജിങ്ങിലൊക്കെ ഒരു 40 to 60% ഒക്കെ കുറവ് വരും. എല്ലാം ഡിപ്പെൻസ് ഓൺ അവർ ഓവർ വെയിറ്റ് ഉണ്ടായിരുന്നു, ബാക്കിയുള്ള ഫാക്ടേഴ്സും കൂടെ കറക്റ്റ് ചെയ്യുന്നതനുസരിച്ച്. ഈവൻ ഡയബറ്റിക് വെയിറ്റ് കുറയുന്നത് മാത്രമല്ല, ഡയബറ്റിക് പേഷ്യൻറ്റും ഹൈപ്പർടെൻസീവ് പേഷ്യൻറ്റും ഒക്കെയാണ് ഡയബറ്റീസിന്റെ കൺട്രോളും കൂടെ എത്ര നന്നായിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം ബാക്കിയൊക്കെ ചെയ്താലും ഡയബറ്റിക് കൺട്രോൾ ഇല്ലെങ്കിൽ ഈ രക്തത്തിനകത്തോട് ഈ ഗ്ലൂക്കോസ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വെയിനും ഈ ഹീലിംഗൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുകയല്ല. അപ്പം ഷുഗർ കൺട്രോൾ നമ്മൾ എപ്പോഴും പറയുന്നത് 70 to 140 ഷുഗർ കൺട്രോൾ ചെയ്യണം വിത്തൗട്ട് മെഡിസിൻ. അതാണ് നമ്മൾ ലെങ്ലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ വളരെ സ്ട്രെഞ്ചന്റ് ആണ്. മോഡേൺ മെഡിസിനിലെ ഇൻസുലിനും ഡയബറ്റിക് മെഡിസിനൊക്കെ എടുക്കുമ്പം HbA1c 8 വ്യത്യാസം റീസണബിൾ കൺട്രോൾ എന്നാണ് വെക്കുന്നത്. പണ്ടാണ് ആദ്യം 6 ആയിരുന്നു, പിന്നെ അതിലൊന്നും ആർക്കും കൺട്രോൾ കിട്ടാത്തപ്പോൾ 7 ആക്കി. പിന്നെ ഇപ്പൊ 8-ന് HbA1c 8 എന്നുള്ളത് റീസണബിൾ കൺട്രോൾ എന്നാണ് വരുന്നത്. പക്ഷെ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ HbA1c 6-ന് താഴെ ആയിരിക്കണം, പ്രിഫറബിളി 5.5 എത്തിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഷുഗർ നമ്മൾ ജനറലി എടുക്കുമ്പം ഈ ഡയബറ്റിക് പേഷ്യൻ്റിനൊക്കെ ഒരു 160-180 ഒക്കെ വളരെ ഹാപ്പിയാണ്. പലർക്കും എപ്പോഴും 200-ന് മുകളിലായിരിക്കും. പക്ഷെ നമ്മൾ ഭക്ഷണത്തിന് ശേഷമുള്ളത് 140 താഴെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷേ പേഷ്യൻ്റ് അത് എത്താനും പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ശരിക്കും ഈ ജീവിതശൈലി ക്രമീകരണത്തില് ഫുഡിനും വാട്ടറിനും എല്ലാം എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്? ഇപ്പൊ ഈ വെരിക്കോസ് വെയിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ പൈൽസിന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ വെരിക്കോസിൽ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഫുഡും വാട്ടറും ഒക്കെ ആയിട്ട് എന്താണ് കണക്ഷൻ? നമുക്ക് ബോഡിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്താ? ഓക്സിജനാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വേണ്ടത് എന്താ? വെള്ളമാണ്. പിന്നെ വേണ്ടത് ശരിക്കും സ്ലീപ്പാണ്, ഉറക്കം വേണം, ഉറങ്ങുകയും ചെയ്യണം. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നിരിക്കും. നെക്സ്റ്റ് ഭക്ഷണത്തിൽ തന്നെയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താ? ഇലക്ട്രോലൈറ്റ്സ് ആണ്. സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, ഈ 3 കാര്യമാണ്. കാരണം ഈ 3 കാര്യമാണ് നമ്മുടെ ബ്രെയിനിനെ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത്. ബ്രെയിനിന്റെ നമ്മുടെ നെർവ്സിന്റെ ആക്ടിവിറ്റിക്ക് ഏറ്റവും വേണ്ടത് സോഡിയം പൊട്ടാസ്യം പമ്പ് ഫംഗ്ഷൻ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതിന് വേണ്ടത് ലോ ലെവലിൽ ഗ്ലൂക്കോസ് വേണം. ബ്രെയിൻ സെൽസിന് മെയിൻലി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കീറ്റോൺ ബോഡീസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. അപ്പൊ വെള്ളമുണ്ട്, ഈ ഇലക്ട്രോലൈറ്റ്സും ഉണ്ട് എങ്കിൽ നമുക്ക് കുറേ ദിവസം വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ചോറും ചപ്പാത്തി ഒന്നും കഴിച്ചില്ലെങ്കിലും നമുക്ക് ആരും മരിച്ചു പോകത്തൊന്നുമില്ല, വലിയ സിക്നസ്സിലേക്കൊന്നും പോകില്ല. അപ്പൊ ഈ ഓക്സിജൻ ഉണ്ടായിട്ട് എയറിൽ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അത് നമ്മുടെ ബോഡിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ബ്രീത്തിങ് കറക്റ്റ് ആവണം, എക്സസൈസും ഉണ്ടാവണം. നമ്മുടെ എല്ലാ സെല്ലിലേക്കും ഓക്സിജൻ എത്തണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് വേണം. അതും പ്രോപ്പർ എല്ലാ സെല്ലിനും വേണമെങ്കിൽ എല്ലാ മസിലിനെയും ആക്ടിവേറ്റ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യണം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത്. അപ്പം പിന്നെയാണ് ന്യൂട്രീഷൻ വരുന്നത്. ഇപ്പം നമ്മൾ മേജർ സ്റ്റേപ്പിൾ ഫുഡായിട്ട് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേപ്പിൾ ഇതായിട്ട് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീനാണ്. ഈ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീനെ യൂസ് ചെയ്യണമെങ്കിൽ ബോഡിക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ന്യൂട്രീഷൻ വേണം. ന്യൂട്രീഷൻ മീൻസ് വൈറ്റമിൻസും മിനറൽസും വേണം. അപ്പോൾ നമുക്ക് 14 വൈറ്റമിൻസും 14 മിനറൽസും ആണ് ഏറ്റവും നമുക്ക് എസെൻഷ്യലായിട്ട് നമ്മൾ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഇപ്പോഴത്തെ എല്ലാം നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കും, ഈ ഫ്രൈസും ഈ പ്രോസസ് ഫുഡും എല്ലാം വരുമ്പോൾ അതിനകത്തൊക്കെ കാർബോഹൈഡ്രേറ്റും ഉണ്ടാവും, ഫാറ്റും ഉണ്ടാവും. ഇപ്പം നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർക്ക് നന്നായിട്ട് പ്രോട്ടീനും ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് വൈറ്റമിൻസും മിനറൽസും ഒന്നും കാണില്ല. അപ്പൊ ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞ്, ഒന്ന് ഷുഗർ കൂടിയാൽ നമുക്കറിയാം രോഗങ്ങൾ വരും, ഗ്ലൂക്കോസ് കൂടിയാൽ ബ്ലഡിൽ കൂടിയ രോഗങ്ങൾ വരും, ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും കൂടിയ രോഗം വരും. കൊളസ്ട്രോളിനേക്കാളും ആക്ച്വലി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോഴാണ്. കൊളസ്ട്രോൾ നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് കൂടിയാൽ ഇത് വരും. പിന്നെ ഈവൻ അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ ഓവർ ആയാലും രോഗം വരും. അതിനൊരു ഏറ്റവും ഇതായിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ് ഉണ്ട്, പ്രോട്ടീനിൽ നിന്ന് വരുന്ന. ഹോമോസിസ്റ്റീൻ നമുക്ക് ബോഡിക്ക് അത്യാവശ്യമുള്ള അമിനോ ആസിഡ് തന്നെയാണ്. പക്ഷെ അതിന്റെ മെറ്റബോളിസത്തിന് വേണ്ട ഒരു 3 വൈറ്റമിൻസ് ഉണ്ട്. ഫോളിക് ആസിഡ്, വൈറ്റമിൻ B6, B12. അപ്പൊ ഈ 3 വൈറ്റമിൻസ് ഇല്ലെങ്കിൽ
നമ്മളുടെ ഈ ഹോമോസിസ്റ്റിന്റെ അളവ് കൂടും. ഹോമോസിസ്റ്റിൻ ശരിക്കും ബ്ലഡ് വെസൽസിന് കൊറോസീവ് ആയിട്ടാണ്, അതായത് അതിനെ ഇറോഡ് ചെയ്യുന്നത് പോലെ ആവുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഹോമോസിസ്റ്റിനെ നമ്മൾ കണക്കാക്കുന്നത് ഹാർട്ടിന്റെ, ഹോമോസിസ്റ്റിൻ കൂടിയ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുപോലെ ഈ വെരിക്കോസ് വെയിൻ ഉള്ള പേഷ്യൻസിനും, പ്രത്യേകിച്ച് വെരിക്കോസ് അൾസേഴ്സ് ഉള്ളവർക്കും ഹോമോസിസ്റ്റിന്റെ അളവ് ഒത്തിരി കൂടുതലായിരിക്കും. അപ്പൊ പല പേഷ്യൻസിനും നമ്മൾ കാണുന്നുണ്ട്, ബേസിക്കലി ഏത് രോഗത്തിലാണെങ്കിലും ഏത് അവയവത്തിനാണെങ്കിലും രോഗം വരുന്ന ആ അവയവത്തിന്റെ രക്തക്കൊഴലുകളെയാണ് ആദ്യം ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹോമോസിസ്റ്റിന്റെ അളവും പലരിലും കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഈ ഇപ്പൊ എല്ലാവരും നമ്മൾ ഗ്ലൂക്കോസും നോക്കും, കൊളസ്ട്രോളും നോക്കും, അല്ലെങ്കിൽ ഇപ്പം പണ്ടൊക്കെ നമുക്ക് കൊളസ്ട്രോളിനെ അറിയത്തുണ്ടായിരുന്നു, ഇപ്പൊ ട്രൈഗ്ലിസറൈഡ് ലൈപ്പ് പ്രൊഫൈലായിട്ട് നോക്കും. ഇപ്പൊ കൊളസ്ട്രോളും ഗ്ലൂക്കോസും ട്രൈഗ്ലിസറൈഡും നോക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോമോസിസ്റ്റിൻ, പ്രത്യേകിച്ച് ഹാർട്ടിന്റെയും രക്തക്കുഴലുകളുടെയും ഹെൽത്തിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ അതുപോലെ ഈ നമ്മുടെ ആർത്രൈറ്റിസ് പേഷ്യൻസിനും അത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ പലരിലും ഈ രക്തക്കുഴലുകൾക്ക് ഡാമേജ് ഉള്ള ഈ വെരിക്കോസ് വെയിൻ ആർത്രൈറ്റിസും അല്ലെങ്കിൽ തൈറോയിഡൈറ്റിസ് അതും വളരെ കോമൺ ആണ് പല പേഷ്യൻസിനും. ഈ വെരിക്കോസ് വെയിൻ ഉള്ള പലർക്കും തൈറോയിഡിനുണ്ടാകും, കാരണം അതും ഒരു ഓട്ടോഇമ്യൂൺ രോഗമാണ്. ഒരു ഓട്ടോഇമ്യൂൺ രോഗം വന്നാൽ വേറെ ഓട്ടോഇമ്യൂൺ രോഗങ്ങളും കൂടെ വരുന്നത് വളരെ കോമൺ ആണെന്നുള്ളതാണ്. അപ്പൊ ഈ ഈ ഹോമോസിസ്റ്റിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വൈറ്റമിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്ത് ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോമോസിസ്റ്റിന്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഹീലിംഗ് നമ്മൾ പ്രോപ്പർ ആകും. അപ്പൊ നമ്മൾ ഈവൻ ന്യൂട്രിയൻസ് ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ അതായത് ബ്ലഡിലേക്ക് ഓവർ ആകുന്നത് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കാം. ശരിക്കും ഈ വെരിക്കോസ് വെയിൻ ഉള്ളവര് ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ കറക്ഷനോടുകൂടി അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ശരിക്കും എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള ചാലഞ്ചസ്? ഓവർ വെയിറ്റ്, നമ്മളെപ്പോഴും മിക്കവാറും പേഷ്യൻസ് ഓവർ വെയിറ്റ് ആയിരിക്കും. ഒത്തിരി ഓവർ വെയിറ്റ് അല്ലെങ്കിൽ അവർക്ക് കൊടുവയറുണ്ടാവും, അബ്ഡോമിനൽ ഒബേസിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മൾ കാലറി റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. നമ്മൾ യൂഷ്വലി നമുക്ക് ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷനും മറ്റൊന്നും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും അവനവന് തന്നെ ചെയ്യാൻ മേലെ എന്നുള്ളത് ഡെഫിനറ്റ്ലി അവനവന് തന്നെ ചെയ്യാം. പക്ഷെ എപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ അവനവൻ്റെ ഓരോ വ്യക്തിയുടെയും അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചായിരിക്കും, അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചും അവരുടെ ഫുഡ് ഹാബിറ്റ് അനുസരിച്ചും ഒക്കെ ആയിരിക്കും അവരുടെ അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. അപ്പൊ അത് പറ്റാതെ വരുന്നത് കൊണ്ടാണല്ലോ അവർക്ക് രോഗം വരുന്നത്. അപ്പൊ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ബോഡിയെ കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നോക്കേണ്ടി വരും. അവർക്ക് പറ്റിയ ഫുഡ് ഏതാണ്, അവരുടെ ഹാർട്ടിന്റെ സ്റ്റാറ്റസ് എങ്ങനെ. ഇപ്പം വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ വെരിക്കോസ് വെയിനിലേക്ക് മാത്രം നോക്കുകയല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്. വെരിക്കോസ് വെയിനിലേക്ക് മാത്രം നോക്കി വെരിക്കോസ് വെയിൻ എടുത്ത് കളയുക, അങ്ങനത്തെ ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഇത് നമ്മൾ ഓൾ ബോഡിയെ കുറിച്ച് സ്റ്റഡി ചെയ്ത് അവരുടെ ലിവറിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പം വെരിക്കോസ് വെയിൻസ് ഉള്ളവർക്ക് അവരുടെ ലിവറിലെ വെയിൻസിനെയും അഫക്ട് ചെയ്തിട്ടുണ്ടാവും, കിഡ്നിയിലെ വെയിൻസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അവരുടെ ഹാർട്ട്, കിഡ്നി, ലിവർ ഇങ്ങനത്തെ ബ്ലഡിലെ ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസ്, ഹോർമോൺ സ്റ്റാറ്റസ് ഇതൊക്കെ സ്റ്റഡി ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പ്രോപ്പർലി ഒരു ഇത് ചെയ്യാനാണെങ്കിൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് പറ്റിയ രീതിയിലുള്ള ഓരോരുത്തരുടെയും രീതിയിൽ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാവുന്ന, രോഗിക്ക് ചെയ്യാവുന്ന പോലെയുള്ള, ഇപ്പം വെരിക്കോസ് വെയിനുള്ള വേദനയും അതിൻ്റെ കൂടെ മിക്കവാറും ആർത്രൈറ്റിസ് ഇതൊക്കെ അങ്ങനെയുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് വേണം. പിന്നെ ന്യൂട്രീഷനിൽ നമ്മൾ അത് ചെയ്യാനുള്ള ടൈമും എനർജി ഇൻട്രസ്റ്റും ഉണ്ടാവണം. അതാണ് ഒന്ന്. ഒരു പേഷ്യന്റ് ഇതിൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് രോഗം മാറ്റണം, എനിക്ക് മരുന്നില്ലാതെ ജീവിക്കണം എന്ന് ചിന്തിക്കണം, മരുന്നുമില്ല രോഗവും ഇല്ലാതെ ജീവിക്കണമെന്ന് ചെയ്യുന്ന ഒരു പ്രൈമറി നെസസിറ്റിയാണ്. അവർ ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ, അത്യാവശ്യം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ വെയിറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്, വെയിറ്റ് റിഡക്ഷൻ വേണ്ട സമയത്ത് നമുക്ക് 1 to 2 hours നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു എക്സസൈസിന്. പിന്നെ ഫുഡിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറയ്ക്കണം. അതായത് നമ്മൾ അരി, ഗോതമ്പ്, മധുരം ഇങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ബേക്കറി ഐറ്റംസ് ആയിരിക്കും റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരുന്നത്. അതേസമയത്ത് ലീഫി വെജിറ്റബിൾസ്, ഫിഷോ മീറ്റോ, നോൺ വെജ് കഴിക്കുന്നവർക്ക് നോൺ വെജ് ആകും, അല്ലാത്തവർക്ക് വെജിറ്റേറിയൻസ് ആണ് പയർ ഒരു വട്ടവർ. അങ്ങനെ ഏകദേശം നമ്മൾ ഈ നല്ല ഫാസ്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഇതൊക്കെ ഒത്തിരി നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഫ്രീഡം ഫ്രം റെസ്ട്രിക്ഷൻസ് ആണ് വേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് കുറയുകയും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 months കൊണ്ട് അറൗണ്ട് ഒരു 20% കുറയ്ക്കാം. ഒരു 15 to 25 നന്നായിട്ട് നോക്കി നല്ല ആക്റ്റീവായിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ 25% വരെ കുറയ്ക്കുന്നുള്ളവരും ഉണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറച്ചാലും എല്ലാം കറക്റ്റായിട്ട് ആ ന്യൂട്രീഷനൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നും വരാനില്ല. ഈവൻ നമ്മുടെ സ്കിന്നൊക്കെ ചുരുങ്ങി വരുന്നതനുസരിച്ച് ആ ചുളിവൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ന്യൂട്രീഷൻ, സ്കിൻ കെയറും സ്കിന്നിന് ന്യൂട്രീഷനും ഒക്കെ കൊടുത്തോണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നും അതാണ് നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറച്ചാലും നമ്മൾ ന്യൂട്രീഷൻ സപ്പോർട്ട് എല്ലാം എടുത്ത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞു പോയതിൻ്റെ
പേരിൽ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും വരുന്നില്ല. പിന്നെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ട് കൂടെയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലും എവിടെയെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ടും കൂടായിരിക്കും. ഇപ്പം ഈ ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നതാണ് ഈ വെരിക്കോസ് വെയിൻ്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നുണ്ട്. ഈ ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ കറക്ഷനും മോഡുലേഷനും വെച്ച് ഇംപ്രൂവ് ചെയ്യാവുന്നതാണോ? ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോ കുറയുന്നു എന്നുള്ളതാണ്. ബേസിക്കലി ബ്ലഡ് കറക്റ്റായിട്ട് പോകുന്നില്ല, അതിനകത്ത് ഫ്ലോ ശരിയാകുന്നില്ല. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് വീനസ് ഫ്ലോ കറക്റ്റ് ആകുന്നത് കൊണ്ടാണ് ഈ രോഗത്തിൽ നിന്ന് മാറാൻ പറ്റുന്നത്. അപ്പം അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ഉള്ള ആളുടെ തടിപ്പ് കുറഞ്ഞു വരുന്നതോ അല്ലെങ്കിൽ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യുന്നതിനകത്തും തന്നെ അറിയാം. ഇപ്പം നമുക്ക് ഈ ആർട്ടറി പ്രഷർ നോക്കുന്ന പോലെ വീനസ് പ്രഷർ നോക്കാനായിട്ട് അങ്ങനെ ഒരു മെത്തേഡില്ല. കാരണം അത് അതിനകത്തേക്ക് പ്രോബൊക്കെ ഇട്ട് അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇൻവെസീവ് പ്രൊസീജിയേഴ്സ് ആയിട്ട് ഉള്ളത്. ഇപ്പം എൻ്റെ അറിയപ്പെട്ടിടത്തോളം അങ്ങനെ വീനസ് പ്രഷർ നോക്കാനായിട്ട് റുട്ടീനായിട്ട് ആർട്ടറി പ്രഷർ നോക്കുന്ന പോലെ BP പാറ്റസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഇവരുടെ ബ്ലഡ് ഫ്ലോ ശരിയാകുന്നുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഒന്ന് ഫസ്റ്റ് സിംറ്റമാറ്റിക് വരും. പേഷ്യൻ്റ് വേദന ഉണ്ടായിരുന്നു, നടക്കാൻ മേല, നിൽക്കുമ്പോഴേക്കും 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും കാലിന് വേദനയായിട്ട് നടക്കാൻ മേല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ മാറിയോ. പിന്നെ സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ. പിന്നെ അൾസർ ഉള്ളവർക്കാണെങ്കിൽ അൾസർ ഹീൽ ചെയ്യുന്നുണ്ടോ. അപ്പം ഇതൊക്കെയാണ് ഫസ്റ്റ് ഇതായിട്ട്. പിന്നെ നമ്മൾ ഈ വെയിനൊക്കെ ചുരുങ്ങി ഡയലറ്റേഷനൊക്കെ കുറഞ്ഞു വരാനായിട്ട് കുറച്ചും കൂടി സമയമെടുക്കും. അത് വളരെ സ്ലോ ആയിരിക്കും. അത് നമ്മൾ ഈ പറഞ്ഞ ഈ ക്ലിനിക്കൽ ഫോട്ടോഗ്രാഫി വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ആ ചേഞ്ചസ് ഒക്കെ നമുക്ക് പേഷ്യൻ്റ് ചിലപ്പം അത് നമ്മൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ പേഷ്യൻ്റ് നോക്കുമ്പോൾ അന്നേരം ഉണ്ട് അത് പതുക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ആദ്യത്തേതും രണ്ടാമത്തേതും തമ്മിൽ കമ്പയർ ചെയ്താൽ മാത്രമേ പേഷ്യൻ്റ് പോലും അത് ഉത്തരം വ്യത്യാസം വന്നോ എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനത്തെ എക്സ്റ്റേണലി ഉള്ള ചേഞ്ചസ് ആണെങ്കിൽ പേഷ്യൻസിനോട് തന്നെ നമ്മൾ ഫോട്ടോസ് എടുത്ത് വെക്കണം. എന്നിട്ട് അവർ തന്നെ അത് കമ്പയർ ചെയ്യണമെന്നാണ്. എല്ലാം നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. നമ്മളിപ്പം അതാണല്ലോ മോഡേൺ മെഡിസിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, എല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. അപ്പം നമ്മൾ എല്ലാം ഈ ബ്ലഡ് ടെസ്റ്റുകളാണെങ്കിൽ ഡീറ്റെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം. ഈവൻ ഹോമോസിസ്റ്റിനൊക്കെ നമുക്ക് റുട്ടീനായിട്ട് ചെയ്യും. അപ്പോൾ ഹോമോസിസ്റ്റിൻ കൂടുതലാണെങ്കിൽ അതും കൂടെ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എന്നാലേ നമ്മൾ ന്യൂട്രീഷൻ ആവശ്യത്തിന് എക്സ്ട്രാ കൊടുക്കണം. നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ആയിട്ടല്ല, അത് എക്സ്ട്രാ കൊടുത്ത് അത് ഫാസ്റ്റായിട്ട് കറക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം ചിലർക്ക് ഫോളിക് ആസിഡിൻ്റെ കുറവുണ്ടായിരിക്കും, ഹോമോസിസ്റ്റിൻ കൂടുതലായിരിക്കും, ഫോളിക് ആസിഡ് കുറവായിരിക്കും, വൈറ്റമിൻ ഡി കുറവായിരിക്കും, അങ്ങനെ പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഉണ്ടാവും. അപ്പം അതെല്ലാം കറക്റ്റായി വരുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെക്ക് ചെയ്യും. അപ്പം സിംറ്റമാറ്റിക് ഇമ്പ്രൂവ്മെൻ്റ് ആണല്ലോ രോഗിയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ സിംറ്റം വേദനയും ബുദ്ധിമുട്ടുമാണല്ലോ അവർക്ക് അതിന് ഇമ്പോർട്ടൻസ് അതാണ് ഫസ്റ്റ്. ഏറ്റവും ആദ്യം കറക്റ്റ് ചെയ്യുന്നതും അത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അത് ഇത്ര ഫാസ്റ്റായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് തന്നെ നമ്മൾ ഇതിലേക്ക് വരുമ്പം എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു എങ്ങനെയാണ് ഇത്ര ഫാസ്റ്റായിട്ട് കിട്ടുന്നതെന്ന്. അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രക്തക്കൊഴലുകളെയൊക്കെ കവർ ചെയ്തിരിക്കുന്നത്, അതായത് കനാലിൻ്റെ ഉള്ളിലെ രക്തക്കൊഴൽ കനാലുകളാണല്ലോ, കനാലിൻ്റെ ഉള്ളിലെ കവറിംഗ് എന്ന് പറയുന്ന സെൽസ്, എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറയും. ഇതിനൊക്കെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 1 വീക്കാണ്. ആ 1 വീക്ക് കൊണ്ട് നമ്മളിപ്പോൾ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ഇതെല്ലാം മാറി പുതിയത് വന്നിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഈ 1 വീക്കിനുള്ളിൽ തന്നെ പലർക്കും സിംറ്റമാറ്റിക് റിലീഫും അത്രയധികം ഫാസ്റ്റായിട്ട് കിട്ടാൻ കാരണം. പിന്നെ ബാക്കിയുള്ളത് ഗ്രാജുവലി വന്നോളും ഓരോന്നോരോന്നായിട്ട്. ഇപ്പം കൊളാജനൊക്കെ മാറി വരാൻ വീണ്ടും കൂടുതൽ സമയം എടുക്കും. അതൊക്കെ നന്നായിട്ട് മാറി ഒക്കെ കുറച്ച് വരണമെന്നുണ്ടെങ്കിൽ അത് ഗ്രാജുവൽ പ്രോസസ്സായിട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ ഈ 4ാം ഭാഗം ഇവിടെ അവസാനിക്കുകയായി. ഇതൊരു 4 പാർട്ട് സീരീസ് ആയിരുന്നു ഓൺ വെരിക്കോസ് വെയിൻ, പൈൽസ് ആൻഡ് വെരിക്കോസി. അപ്പം ഇതിൻ്റെ 4ാം ഭാഗത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഈ അസുഖങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. നന്ദി.